പുരാവസ്തു ഗവേഷകനായ റെയ്മണ്ട് നോബി വർഷങ്ങളായി സുമേറിയൻ ഹിസ്റ്ററിയെപ്പറ്റി റിസർച്ച് നടത്തുകയായിരുന്നു. അങ്ങനെയാണ് നാച്ചുറൽ ഡിമോണ്ടോ അല്ലെങ്കിൽ ബുക്ക് ഓഫ് ഡെഡ് എന്ന ബുക്കിനെ പറ്റി അറിയുന്നത്. അത് കണ്ടെത്താനുള്ള പരിശ്രമത്തിനിടയിലാണ് കാണ്ടാറിലെ ഒരു കോട്ടയിൽ ഇതുണ്ടെന്ന് അറിയുന്നത്. പിന്നെ ഒട്ടും വൈകിച്ചില്ല. തന്റെ ഭാര്യയെയും മറ്റൊരു പ്രൊഫസറെയും കൂട്ടി ആ കോട്ടയിലേക്ക് അവർ യാത്ര തിരിച്ചു. ആരും പോകാൻ മടിക്കുന്ന ആ കോട്ടയിൽ അവരെത്തിയപ്പോൾ തന്നെ നേരം ഇരുട്ടിയിരുന്നു. എങ്ങും നിശബ്ദത. ആകെ കേൾക്കാൻ പറ്റിയത് വവ്വാലുകളുടെയും ചെന്നായ്ക്കളുടെയും ശബ്ദം മാത്രമായിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന വെളിച്ചവുമായി അവർ ആ കോട്ടയിലേക്ക് നീങ്ങി. അകത്ത് നിറയെ ചിലന്തി വലകളായിരുന്നു. അതൊക്കെ തട്ടി നീക്കി അവർ മുന്നോട്ട് നടന്നു. ആ മുറിക്കുള്ളിൽ ചിലയിടങ്ങളിൽ പാമ്പുകളെയും എലികളെയും ഒക്കെ കണ്ടെങ്കിലും അവരുടെ ലക്ഷ്യം നിറവേറ്റുന്നതിനായി അവർ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഒരുപാട് തിരച്ചിലിനൊടുവിൽ പൊടി പിടിച്ചെങ്കിലും ചിതലെടുക്കാതെ നിൽക്കുന്ന ആ ഒരു പുസ്തകം അവർ കൈക്കലാക്കി. പെട്ടെന്ന് ഭൂമിയാകെ കുലുങ്ങുന്നതായി അവർക്ക് തോന്നി. ആ മുറിയുടെ വാതിലാകട്ടെ വല്ലാത്ത ശബ്ദത്തോടുകൂടി തുറക്കുകയും അടയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പുറത്ത് നല്ല ഇടിവെട്ടുന്നുണ്ടായിരുന്നു. കൂടാതെ ആ കോട്ടയിലെ കല്ലുകളൊക്കെ ഇളകി മറിയുന്നത് പോലെ അവർക്ക് തോന്നി. അവർ പിന്നെ ഒട്ടും വൈകിച്ചില്ല. ആ പുസ്തകവും എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെട്ടു. പക്ഷെ ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് ആ ബുക്ക് വായിച്ചാൽ ഒരുപാട് ദുർമരണങ്ങൾ സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയ പ്രൊഫസർ ഭാര്യയെയും കൂട്ടി ദൂരെ കാട്ടിലുള്ള ഒരു വീട്ടിലേക്ക് യാത്രയായി. അവിടേക്ക് പോകുന്ന വഴികളൊക്കെ അല്പം അപകടകരമാണെങ്കിലും എങ്ങനെയൊക്കെയോ പ്രൊഫസറും ഭാര്യയും ആ വീട്ടിലെത്തിച്ചേർന്നു. പിന്നെ ഒട്ടും വൈകിച്ചില്ല. തന്റെ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് പുരാതന ലിപിയിലുള്ള ആ പുസ്തകം വായിക്കാൻ തുടങ്ങി. ദുഷ്ടശക്തികളുടെ ചർമ്മം കൊണ്ടുണ്ടാക്കിയ ആ ബുക്കിൽ മനുഷ്യ രക്തം കൊണ്ടായിരുന്നു ഓരോന്നും എഴുതിയിരുന്നത്. അങ്ങനെ ഓരോ പേജും വായിക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് അവർ വീണ്ടും ആ കോട്ടയിൽ അവർക്കുണ്ടായ ആ അനുഭവങ്ങൾ അവരുടെ വീടിന് പുറത്തുണ്ടാകാൻ തുടങ്ങി. ഭൂമി കുലങ്ങുന്നുണ്ടായിരുന്നു. പുറത്തൊക്കെ മരങ്ങൾ കാറ്റിൽ പൊട്ടി വീഴുന്നുണ്ടായിരുന്നു. ആ സമയം പ്രൊഫസറുടെ വായന മുടക്കണ്ട എന്ന് കരുതി പ്രൊഫസറുടെ ഭാര്യ എന്താണെന്ന് അന്വേഷിക്കാൻ പുറത്തേക്ക് പോയി. പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് നോക്കി നിൽക്കുമ്പോഴായിരുന്നു പ്രൊഫസറുടെ ഭാര്യയെ മരങ്ങളുടെ വള്ളിയൊക്കെ ചേർന്ന് ചുറ്റി വരിയാൻ തുടങ്ങിയത്. അതിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ട് അലറിക്കൊണ്ട് വീടിനുള്ളിലേക്ക് ഓടിക്കയറി. എന്താണ് സംഭവിച്ചത് എന്നറിയാൻ പ്രൊഫസർ ഭാര്യയെ സമാധാനിപ്പിച്ചു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ മുഖമൊക്കെ വിളറി വെളുക്കാനും കണ്ണൊക്കെ ചുവന്ന് തുടിക്കാനും തുടങ്ങി. പിന്നീട് ഭാര്യ വളരെ വേഗത്തിൽ പ്രൊഫസറുടെ കഴുത്ത് പിടിച്ചു ഞെരിച്ചു. പിന്നെ പ്രൊഫസറുടെ അലർച്ച മാത്രം ബാക്കി. പിന്നെ ആരും പ്രൊഫസറെയും ഭാര്യയും കണ്ടിട്ടേയില്ല. ഇവിടെ നിന്നാണ് 1981 ഇറങ്ങിയ ദ ഈവിൾ ഡെഡ് എന്ന സിനിമയുടെ തുടക്കം. ആഷ് വില്യംസ് അവന്റെ ഗേൾ ഫ്രണ്ടായിരുന്ന ലിൻഡയെയും അവന്റെ സിസ്റ്റർ ഷെർലിനെയും ഫ്രണ്ട് സ്കോട്ടിനെയും സ്കോട്ടിന്റെ ഗേൾ ഫ്രണ്ട് ഷെല്ലിയെയും കൂട്ടി ഒരു യാത്രയിലായിരുന്നു. തങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും ഒരു ചേഞ്ചിനു വേണ്ടി ദൂരെ കാട്ടിലുള്ള ഒരു വീട്ടിലേക്കായിരുന്നു അവരുടെ യാത്ര. ഒരുപാട് നേരം സഞ്ചരിച്ചതിന് ശേഷമാണ് മരം കൊണ്ടുണ്ടാക്കിയ ആ അപകടകരമായ പാലം അവർ ശ്രദ്ധിച്ചത്. അത് കടന്നു വേണം അവർക്ക് ആ വീട്ടിലേക്ക് എത്തിച്ചേരാൻ. അപകടം പിടിച്ചതാണെങ്കിലും എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചേരണമെന്ന ചിന്തയോടുകൂടി അവർ ആ പാലത്തിലൂടെ നടക്കാൻ തുടങ്ങി. പാലത്തിൽ കുറച്ചധികം ഭാഗങ്ങൾ പൊട്ടിപ്പോയിരുന്നെങ്കിലും അവർ അതിലൂടെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് നടന്ന് ആ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. അതൊരു വളരെ പഴയ വീട്. പൊടി പിടിച്ച് ആകെ അലങ്കോലമാണ്. അവർക്കുള്ള മുറികളൊക്കെ സ്വയം വൃത്തിയാക്കി കിടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഷെറിൽ ഒറ്റയ്ക്ക് ഹാളിൽ ഇരുന്നു അവിടെയുള്ള ക്ലോക്കിനെയും നോക്കി ചിത്രം വരികയായിരുന്നു. ആ സമയം പുറത്തു നിന്നും ശക്തമായൊരു കാറ്റ് അകത്തേക്ക് വീശുന്നത് പോലെ അവൾക്ക് തോന്നി. അപ്പോഴാണ് അവളുടെ കൈ ആരോ പിടിച്ച് ആ ചിത്രത്തിൽ വരപ്പിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ആ ചിത്രത്തിലാകട്ടെ പിശാചിന്റെ രൂപം തെളിഞ്ഞു വരുന്നുണ്ട്. അവൾക്കത് തോന്നിയതാണെന്ന് കരുതി ആരോടും പറയാൻ നിന്നില്ല. പിന്നീട് അവരെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ബേസ്മെന്റിൽ നിന്നും ഒരു ശബ്ദം അവർ കേട്ടു. ആഷും സ്കോട്ടും തന്റെ കയ്യിലുണ്ടായിരുന്ന വിളക്കും പിടിച്ച് ബേസ്മെന്റിലേക്ക് യാത്രയായി. അപ്പോഴാണ് അവിടെ പഴയൊരു ടേപ്പ് റെക്കോർഡറും അതിനടുത്തായി ഒരു ബുക്കും അവർ കണ്ടത്. അത് മറ്റൊന്നുമല്ല, പണ്ട് പ്രൊഫസർ കണ്ടെടുത്ത ബുക്ക് ഓഫ് ഡെഡ് എന്ന പുസ്തകമായിരുന്നു. അവർ ആ ടേപ്പ് റെക്കോർഡറും പുസ്തകവും ഒക്കെ എടുത്ത് മുകളിലേക്ക് വന്നു. അവിടെ എല്ലാവരും ചുറ്റുമിരുന്ന് ആ ടേപ്പ് റെക്കോർഡർ പ്ലേ ചെയ്യാൻ തുടങ്ങി. അത് പണ്ട് പ്രൊഫസർ വായിച്ച ബുക്ക് ഓഫ് ഡെഡിലെ വരികളായിരുന്നു. ആ ടേപ്പ് റെക്കോർഡർ പ്ലേ ചെയ്തതും പുറത്താകെ ഭൂമിയുടെ അടിയിൽ നിന്നും എന്തൊക്കെയോ പുറത്തേക്ക് വരുന്നത് പോലുള്ള ശബ്ദവും മരങ്ങളൊക്കെ കാറ്റിലാടുന്നത് പോലുള്ള ശബ്ദവും അവർക്ക് കേൾക്കാൻ തുടങ്ങി. ഷെറിൽ ഇതൊക്കെ കണ്ട് പേടിച്ച് തന്റെ മുറിയിലേക്ക് പോയി. ബാക്കിയുള്ളവരും ആ ടേപ്പ് റെക്കോർഡർ നിർത്തി തങ്ങളുടെ മുറിയിലേക്ക് ഉറങ്ങാൻ പോയി.
പാതി രാത്രിയായപ്പോൾ എന്തൊക്കെയോ ശബ്ദം പുറത്തു നിന്നും വരുന്നത് പോലെ ഷെറിലിന് തോന്നാൻ തുടങ്ങി. അവൾ ഒറ്റയ്ക്ക് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി ആ ശബ്ദം കേട്ട വഴിയിലൂടെ നടക്കാൻ തുടങ്ങി. അപ്പോൾ മരത്തിന്റെ വള്ളികളെല്ലാം അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു സ്ഥലത്തെത്തിയപ്പോൾ ആ മരത്തിന്റെ വള്ളികളെല്ലാം ചേർന്ന് അവളെ വരിഞ്ഞു മുറുക്കി. ആ മരവള്ളികളിൽ നിന്നും എന്തോ ഒന്ന് തന്റെ ശരീരത്തിൽ കയറിക്കൂടിയതായി അവൾക്ക് തോന്നി. അവൾ പേടിച്ചു വിരണ്ടു. മരത്തിന്റെ വള്ളികളൊക്കെ എങ്ങനെയോ അഴിച്ചു മാറ്റി അവൾ വീട്ടിലേക്ക് വളരെ വേഗത്തിൽ ഓടി. പേടിച്ച് അലറിക്കൊണ്ടായിരുന്നു അവൾ വീട്ടിലേക്ക് എത്തിയത്. അവളുടെ അലറൽ കേട്ട് മറ്റെല്ലാവരും ഹാളിലേക്ക് വരികയും ചെയ്തു. തനിക്ക് ഒരു നിമിഷം പോലും ഇനി ഇവിടെ നിൽക്കാനാകില്ലെന്നും ടൗണിലെ ഏതെങ്കിലും ഒരു ലോഡ്ജിൽ തന്നെ കൊണ്ടാക്കണമെന്നും അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ആഷിനെയും കൂട്ടി അവൾ ആ കാറിൽ പുറപ്പെട്ടു. അപ്പോൾ അവർ പാലത്തിനടുത്തെത്തി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആ പാലം പൂർണ്ണമായും തകർന്ന് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ആരൊക്കെയോ അവരെ പിന്തുടരുന്നതുപോലെയും അവർക്ക് തോന്നി. അവർ ജീവനും കൊണ്ട് വന്ന വീടിനുള്ളിലേക്ക് തന്നെ തിരികെ ഓടിക്കയറി. അങ്ങനെ വീട്ടിൽ തിരിച്ചു വന്ന് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷെറിൽ പിന്നീട് പെട്ടെന്ന് പിശാചിനെ പോലെ വിളറി വെളുക്കാൻ തുടങ്ങി. പേടിപ്പെടുത്തുന്ന ശബ്ദത്തിൽ അവൾ അപ്പോൾ അലറുന്നുണ്ടായിരുന്നു, അത് നിങ്ങളെല്ലാവരെയും കൊല്ലുമെന്ന്. ഇതൊക്കെ കണ്ട് ലിൻഡ ഷെറിലിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പെൻസിൽ എടുത്ത് ലിൻഡയെ ഷെറിൽ ആഞ്ഞുകുത്തി. അവളുടെ അക്രമ സ്വഭാവം കൂടുന്നത് കണ്ട സ്കോട്ട് അവളെ ബേസ്മെന്റിലേക്ക് തള്ളിവിട്ടിട്ട് വാതിലടച്ചു. ബേസ്മെന്റ് വാതിൽ തുറക്കാൻ ഷെറിൽ ആവർത്തിച്ച് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മറ്റുള്ളവർ അത് ശ്രദ്ധിച്ചില്ല. ഷെറിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഒരെത്തും പിടിയും കിട്ടാതെ എല്ലാവരും അന്തം വിട്ടു നിന്നു. അടുത്ത സെക്കൻഡ് തന്നെ ഹാളിൽ ഉണ്ടായിരുന്ന ആഷും സ്കോട്ടും ഷെല്ലിയുടെ കരച്ചിൽ കേട്ട് ഞെട്ടി. സ്കോട്ട് ഉടനെ ഷെല്ലിയെ തിരഞ്ഞുകൊണ്ട് അവളുടെ മുറിയിലേക്ക് പോയി. അപ്പോഴാണ് അവിടെ അവൻ ശ്രദ്ധിച്ചത് ജനാലയിലെ ചില്ലുകൾ മുഴുവനും പൊട്ടിച്ചിതറിയിരുന്നു. ഷെല്ലിയെ കാണാനില്ല. പിന്നീട് നോക്കുമ്പോഴാണ് കട്ടിന് പുറകിൽ എന്തോ ഒരു അനക്കം ശ്രദ്ധിച്ചു. അതിന്റെ അടുത്ത് പോയതും പെട്ടെന്ന് വിളറിയ മുഖമൊക്കെയായി പേടിപ്പെടുത്തുന്ന രൂപത്തിലായ ഷെല്ലി അവനെ കടന്നാക്രമിച്ചു. അതിൽ നിന്നും രക്ഷപ്പെടാൻ സ്കോട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു വഴിയും കാണാതായപ്പോൾ കയ്യിൽ കിട്ടിയ മഴുവെടുത്ത് അവളെ ആഞ്ഞുവെട്ടി. കൈകളും കാലുകളും ഒക്കെ ശരീരത്തിൽ നിന്നും വേർപെട്ടെങ്കിലും അതുപോലും അവനെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും അവർ അവളുടെ ശരീരത്തെ പുറത്തേക്ക് കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഇവിടെ നിന്നും രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായി സ്കോട്ട് കാടിനുള്ളിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആഷ് വീട്ടിലേക്ക് തിരികെ എത്തുകയും ചെയ്തു. അവിടെ നിന്നും തിരിച്ചെത്തി ആഷ് ലിൻഡയെ ശ്രദ്ധിച്ചപ്പോൾ അവൾക്കും പ്രേതബാധ കൂടിയിട്ടുണ്ടെന്ന് അവന് തോന്നി. പക്ഷേ ലിൻഡ അത്ര ഉപദ്രവകാരിയായിരുന്നില്ല. അവൾ പ്രേതത്തെ പോലെ അവിടെ നിന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോഴേക്കും കാട്ടിലെ മരങ്ങളുടെയും ഒക്കെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ഒരുപാട് മുറിവുകളോടുകൂടി സ്കോട്ട് തിരിച്ചെത്തിയിരുന്നു. അപ്പോഴേക്കും ലിൻഡയും അപകടകാരിയായി മാറി. അവളെ എങ്ങനെയുമൊക്കെ പുറത്താക്കി സ്ക്വാട്ടിന്റെ മുറിവുകൾ ചികിത്സിക്കാൻ ആഷ് ശ്രമിക്കുമ്പോഴേക്കും പുറകിലുണ്ടായിരുന്ന വാതിലിലൂടെ ലിൻഡ കയറി വന്ന് ആഷിനെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെയുള്ള മരം മുറിക്കുന്ന ഒരു യന്ത്രം ആഷ് ശ്രദ്ധിച്ചത്. പിന്നെ ഒട്ടും മടിക്കാതെ ലിൻഡയെ വെട്ടി കഷ്ണങ്ങളാക്കി പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. എന്നിരുന്നാലും മണ്ണിനടിയിൽ നിന്നും വരെ അത് വന്ന് ആഷിനെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീടിനകത്ത് കയറി വാതിലടച്ചതും ഷെറിൻ ബേസ്മെന്റിന്റെ വാതിൽ തുറന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അപ്പോഴേക്കും സ്ക്വാട്ടിനും പ്രേതബാധ ഏറ്റു. കയ്യിൽ കിട്ടിയ തോക്കെടുത്ത് സ്കോട്ടിനെ വകവരുത്താം എന്ന് കരുതി ആഷ് വെടിവെച്ചെങ്കിലും അവൻ യാതൊന്നും സംഭവിക്കാതെ മുന്നോട്ടേക്ക് വന്നു. അതേസമയം സ്ക്വാട്ടിനെ ആക്രമിക്കാൻ മറ്റൊരു ഭാഗത്തു നിന്നും ഷെറിൽ വരുന്നുണ്ട്. സ്കോട്ട് അവളെയും വെടിവെച്ചിടുകയും ചെയ്തു. അപ്പോഴാണ് ബുക്ക് ഓഫ് ഡെഡ് എന്ന പുസ്തകം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് വായിച്ചതിനു ശേഷമാണ് എല്ലാ പ്രേതശല്യവും ഉണ്ടായത്. ഒരു പക്ഷെ അത് നശിപ്പിച്ചാൽ ഈ ശല്യമൊക്കെ ഇല്ലാതാകുമെന്ന് കരുതി അവൻ ആ ബുക്ക് എടുത്ത് തൊട്ടടുത്ത് തീയിലിട്ടു. ആ ബുക്ക് കത്തിത്തീരുന്തോറും സ്കോട്ടിന്റെയും ഷെറിലിന്റെയും ശരീരം ഉരുകി ഉരുകി ചാരമായി മാറിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും നേരം വെളുത്തിരുന്നു. എല്ലാം ഒഴിഞ്ഞു പോയതിൻ്റെ ഒരു ശാന്തത അവന് ഫീൽ ചെയ്തു. എല്ലാം അവസാനിച്ചു എന്ന ശാന്തതയിൽ അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്ന് കരുതി ഓടാൻ തുടങ്ങി. പക്ഷേ അവന് പുറകെ ഏതോ ഒരു അദൃശ്യ ശക്തി വരുന്നതായി അവന് തോന്നാൻ തുടങ്ങി. ഒരു നിമിഷം അങ്ങനെ തരിച്ചു നിന്നുപോയവൻ. ഇതുപോലെ ദുരൂഹമായ സംഭവങ്ങളെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ടോപ്പിക് സജസ്റ്റ് ചെയ്യാം. കമന്റ് ബോക്സിൽ നിങ്ങളുടെ സജഷൻസ് പറയാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വളരെ വ്യത്യസ്തമായ വീഡിയോസിനെ കുറിച്ച് അറിയാനായി വിക്കിവോക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.